ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ്. അതിൽ ഫസ്റ്റ് ഒരു കേസ് സ്റ്റഡി എന്നിട്ടുണ്ട്. ഒരു യങ് മാന് ആൾക്ക് സീവിയർ കഫായിട്ട് ആൾ എന്ത് ചെയ്തു, ആളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അയാളുടെ ചെസ്റ്റ് എക്സ്റേയും ലങ്സിലെ ഫ്ലൂയിഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് എന്താണ് ട്യൂബർകുലോസിസ് ആണെന്ന് മനസ്സിലായി, അതായത് ക്ഷയരോഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്തു, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നൽകി. അതിനുശേഷം ഒരു 10 months കഴിഞ്ഞപ്പോൾ ആളുടെ രോഗങ്ങളൊക്കെ കംപ്ലീറ്റ് മാറി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് മനസ്സിലായി. എന്നിട്ട് ആളെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഒരു 2 months കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അസുഖം കൊണ്ട് സെയിം സിംറ്റംസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. അപ്പോൾ എന്ത് ചെയ്തു, ആൾക്ക് മുന്നേ നൽകിയ പോലെ തന്നെ എന്ത് ചെയ്തു, ഈ ആൻറ്റിബയോട്ടിക്സ് നൽകി. പക്ഷേ അത് ഫലം ഉണ്ടായില്ല. ആളെന്ത് ചെയ്തു, ഒരു 10 days കഴിഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തു, ആ അസുഖം കാരണം മരിച്ചു. ഇത്തവണ എന്ത് ചെയ്തില്ല, ആൻറ്റിബയോട്ടിക്സ് ആൾക്ക് ഫലം കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക് ഇയാളുടെ ശരീരത്തിൽ ഫലം കാണാറെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഇയാളുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്ത ബാക്ടീരിയയുടെ സാമ്പിളും ഇപ്പോഴത്തെ ബാക്ടീരിയയുടെയും എടുത്തിട്ട് നോക്കി. അപ്പോൾ രണ്ടിൻ്റെ DNA-യിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ബാക്ടീരിയയുടെ DNA-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ പറഞ്ഞാൽ എന്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതെന്ത് ചെയ്തിട്ട് തൊട്ടടുത്ത തലമുറക്കും കൈമാറും. അപ്പോൾ ഇവർക്ക് വന്ന ചേഞ്ച് എന്താ വെച്ചാൽ ഈ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, ഈ ബാക്ടീരിയക്ക് അതിൻ്റെ എൻവയോൺമെൻറ്റിനോട് സർവൈവ് ചെയ്യാൻ പാകത്തിൽ ആളുടെ ശരീരം എന്ത് ചെയ്തു, മാറ്റം വന്നു, ചേഞ്ച് വന്നു, അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചു. അത് തൊട്ടടുത്ത ജനറേഷനിൽക്കും കൈമാറി. അതുകൊണ്ടാണ് അത് റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റിയൊരു ബാക്ടീരിയം അതിനിവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് ഒരു സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന പല തരത്തിലുള്ള ഓർഗാനിസംസ് ഒന്നുണ്ടല്ലേ, അതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഇവല്യൂഷനെ കുറിച്ച്, എങ്ങനെയാണ് ഇവല്യൂഷൻ ഉണ്ടായെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ ഫസ്റ്റ് ഉള്ളതാണ് ലാമാർക്കിസം. ലാമാർക്കിസം കൊണ്ടുവന്നിട്ടുള്ളത് ജീൻ ബാപ്സ്റ്റൈൻ ലാമാർക്ക് പറഞ്ഞ ആളാണ്. ആളൊരു ഫ്രഞ്ച് ബയോളജിസ്റ്റാണ്. ആളാണ് ഈ ഒരു ഇവല്യൂഷൻ്റെ ഡിസ്കഷൻ തന്നെ തുടക്കം കുറിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുടെ തിയറി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഉണ്ടാകുന്ന ജിറാഫുകൾ ഷോർട്ട് നെക്ക് ഉണ്ടായിരുന്നതാണ്. അവരെന്താണ് ഗ്രൗണ്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, ഫീഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ, ഫുഡ് സ്കാരിസിറ്റി ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, തൻ്റെ കഴുത്ത് നെക്ക് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഉയരങ്ങളിൽ നിന്നുള്ള ലീവ്സ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് എപ്പോഴും യൂസ് ചെയ്തിട്ട് അവർക്കതൊരു അക്വേർഡ് ക്യാരക്ടർ കിട്ടി, അതായത് ഒരു ക്യാരക്ടർ നേടിയെടുത്തു. അങ്ങനെ കിട്ടിയ ക്യാരക്ടർ എന്ത് ചെയ്തു, അവർ നെക്സ്റ്റ് ജനറേഷൻക്കും പാസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന പോലെ ഭയങ്കര നീളമുള്ള കഴുത്തുള്ള ജിറാഫ് ഉണ്ടായെന്നാണ് പറയണത്. അപ്പോൾ ആളെന്താ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു കാര്യം അതെപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിപ്പോൾ നശിച്ചു പോകും. ഇപ്പോൾ ജിറാഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് കഴുത്ത് നീട്ടി തുടങ്ങിയിട്ടാണ് ആൾക്ക് എന്ത് ചെയ്തത്, ജിറാഫിന് ഇങ്ങനെ നീണ്ട കഴുത്ത് കിട്ടിയതെന്നാണ് പറയുന്നത്. ആൾ പറയണത് പണ്ടില്ലേ പാമ്പുകൾക്ക് കൈ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആ പാമ്പുകളെ കൈ ഉപയോഗിക്കാതെ അപ്പോൾ അത് നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നശിച്ചു പോയി അതില്ലാത്ത ഓഫ് സ്പ്രിങ്സ് ആണ്, മക്കളായിരിക്കും അടുത്ത ജനറേഷനിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമ്മൾ ജിറാഫിൻ്റെ കേസിൽ പറഞ്ഞത് ഒരു അക്വേർഡ് ക്യാരക്ടറാണ് ആ കഴുത്ത് നീണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ലാമാർക്കസിന് നമ്മൾ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പാമ്പിൻ്റെ കാര്യം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറയണില്ല കേട്ടോ. അടുത്തതാണ് ഡാർവിനിസം. ഡാർവിനിസത്തിനെ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നും പറയും. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആളുടെ ഈ ഒരു കണ്ടുപിടുത്തം നമ്മുടെ മോഡേൺ എവല്യൂഷൻ്റെ പേഴ്സ്പെക്റ്റീവിന് തന്നെ ഒരു ഫൗണ്ടേഷൻ ആയി എന്നാണ് പറയണത്. അപ്പോൾ ആളെന്ത് ചെയ്തു, ഒരു 22 വയസ്സിൽ ഉണ്ടാവുന്ന ടൈമിൽ HMS ബീഗിൾ പറഞ്ഞൊരു കപ്പലിൽ എന്ത് ചെയ്തു, ഒരു കടൽ യാത്ര പോയി. എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഗാലപ്പഗോസ് ഐലൻഡാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ മെയിനായിട്ട് നിരീക്ഷിച്ചത് എന്ത് ചെയ്താണ്, കുരുവിയെ കുറിച്ചിട്ടാണ്. അവിടെ പോയി വന്നിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഡാർവിന് ഗാലപ്പഗോസ് ഐലൻഡിലായിരിക്കുന്ന ടൈമിൽ പലതരത്തിലുള്ള ഫിഞ്ചസിനെ കണ്ടു. ഈ ഫിഞ്ചസിൻ്റെ ഒക്കെ എന്താണ്, ബീക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലത് എന്താണ്, ഈ സീഡ് കഴിക്കുന്നതാണ്, ചിലത് കാക്ടസ് കഴിക്കുന്നതാണ്, ചിലത് ഇൻസെക്ട്സിനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ബീക്കിൽ ഷേപ്പിലും സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈസിലും ബീക്കിലൊക്കെ വ്യത്യാസം വരാൻ കാരണം അവർ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ടാണെന്ന് കണ്ടു. അപ്പോൾ എന്താണ്, എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, എന്നാലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ
അപ്പോൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ശരീരത്തിൽ ചേഞ്ച് ഉണ്ടായി. അങ്ങനെ ചേഞ്ച് ഉണ്ടായിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോന്നും ഓരോ തരത്തിൽ ഭക്ഷണം കഴിക്കണമല്ല. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ബീക്ക് ചേഞ്ച് ആയത് മാത്രമേ അടുത്ത ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സർവൈവ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെയാണ് ഇവരുടെ ബീക്സ് പരസ്പരം ചേഞ്ച് ആയി വന്നതെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡിനനുസരിച്ചിട്ടാണ് ഈ ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളതും. അങ്ങനെ ചേഞ്ചസ് ഉണ്ടായതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സർവൈവ് ചെയ്തിട്ടുള്ളതും പുതിയ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഞ്ചസിന് എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അത് 5 സ്റ്റേജസിലൂടെ പോണത്. ആദ്യം എന്ത് ചെയ്യും, അവർ ഓവർ പ്രൊഡക്ഷൻ ചെയ്യും, പിന്നെ അതിൽ വേരിയേഷൻസ് ഉണ്ടാകും, പിന്നെ അവർ എന്ത് ചെയ്യും, എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യും, പിന്നെ അത് എന്ത് ചെയ്യും, അവർ സർവൈവലിന് വേണ്ടിയിട്ട് പോരാടും. പിന്നെ അടുത്ത സ്റ്റേജാണ് നാച്ചുറൽ സെലക്ഷൻ. ഫസ്റ്റത്തേണ് ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷനിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ എൻവയോൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട്. ഒരു എൻവയോൺമെൻറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഓർഗാനിസത്തെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വേരിയേഷൻ. വേരിയേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പുതിയ ഓഫ് സ്പ്രിങ്സിന് എന്ത് ചെയ്യും, സൈസിലും ഇമ്മ്യൂണിറ്റിയിലും സീഡ് പ്രൊഡക്ഷനിലൊക്കെ എന്ത് ചെയ്യും, വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചിലതിന് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ആവും, ചിലതിന് ഹാർംഫുൾ ആയിട്ടുള്ള വേരിയേഷൻ ആയിട്ടും ഉണ്ടായിട്ടുണ്ടാവുക. അടുത്താണ് സ്ട്രഗിൾസ് ഫോർ എക്സിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ റിസോഴ്സൊക്കെ എന്താവും, ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടാകും. അതായത് ഫുഡ്, ഷെൽട്ടർ, മെയ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അവരുടെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പോൾ അവർ തമ്മിലൊരു മത്സരം ഉണ്ടാകും. അടുത്തത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഇതിലെന്താ വെച്ചാൽ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ കിട്ടിയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഫുഡൊക്കെ നേരവണ്ണം കഴിക്കാൻ പറ്റുന്നത്, നല്ല ആരോഗ്യമുള്ള അങ്ങനത്തെ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ, ഓർഗാനിസംസ് എന്ത് ചെയ്യും, അവർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, അവർ കൂടുതൽ അടുത്ത ജനറേഷൻസ് റീപ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വേരിയേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തെ ഇവിടെ നിലനിർത്തുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് നാച്ചുറൽ സെലക്ഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേവറബിൾ വേരിയേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, അത് തൊട്ടടുത്ത ജനറേഷൻക്കും പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ പല ജീവികൾക്കും പിന്നെ എന്ത് ചെയ്യും, പല തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടായിട്ട് ചില ജീവികൾ തമ്മിൽ പരസ്പരം ബന്ധമില്ല, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വേറെ സ്പീഷീസ് ആയിട്ട് തന്നെ മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷന് തൊട്ടടുത്ത ജനറേഷൻക്ക് പാസ് ചെയ്യും. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യും, കുറേ കൂടി പലർക്കും പല തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, അങ്ങനെ വേരിയേഷൻ വന്നതൊക്കെ മാറി കുറേ പോയാൽ രണ്ടോ ഓർഗാനിസായിട്ട് മാറും എന്നാണ് പറയണത്. അവർക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വേറെ ഓർഗാനിസായിട്ടും മറ്റേത് വേറെ ഓർഗാനിസായിട്ടും തുടരും. അങ്ങനെ പുതിയ സ്പീഷീസ് ഉണ്ടാവുമെന്നാണ് പറയണത്. ഇനി നമുക്ക് ലാമാർക്കിസത്തിൻ്റെയും ഡാർവിനിസത്തിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. ലാമാർക്കിസത്തിൽ എന്താ പറയണത്, ആദ്യകാല ജിറാഫുകൾ ഷോർട്ട് നെക്കായിരുന്നു. പിന്നീട് അത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ജിറാഫുകൾ തൻ്റെ കഴുത്ത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് അവർക്ക് നല്ല നീണ്ട ലോങ് ആയിട്ടുള്ള നെക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. എന്നിട്ട് അവരത് എന്ത് ചെയ്തു, പിന്നെ അത് ആ ഒരു ലോങ്ങർ നെക്ക് തൊട്ടടുത്ത ജനറേഷനിലേക്കും എന്ത് ചെയ്തു, പാസ് ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ എൻവയോൺമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗാനിസത്തിന് വേരിയേഷൻ ഉണ്ടാകാൻ കാരണം എന്നാണ് ലാമാർക്ക് പറയണത്. എന്നാൽ ഡാർവിൻ എന്താ പറയണത് വെച്ചാൽ പല തരത്തിലുള്ള വലിപ്പമുള്ള കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ലെങ്ത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു, ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് കുറഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല ഹൈറ്റ് ഉള്ളത് മാത്രം എന്ത് ചെയ്തു, അവർക്ക് മാത്രം ലോങ്ങർ നെക്കുള്ളതിന് മാത്രം സർവൈവ് ചെയ്യാൻ പറ്റി. കാരണം അവർക്ക് ഫുഡ് കോമ്പറ്റീഷൻ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയത് ആർക്ക് മാത്രമാണ്, ലോങ്ങർ നെക്കുള്ളതാണ്. അല്ലാത്തവ എന്ത് ചെയ്തു, ചത്തുപോയെന്നാണ് പറയണത്. പിന്നെ അതെന്ത് ചെയ്തു, ലോങ്ങർ നെക്കുള്ള സ്പീഷീസ് മാത്രം എന്ത് ചെയ്തു, പിന്നെ സർവൈവ് ചെയ്തിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടായി, ലോങ്ങർ നെക്ക് മാത്രമുള്ള ജിറാഫ് ഉണ്ടായെന്ന് പറയണത്. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത് വെച്ചാൽ എൻവയോൺമെൻ്റ് ആണ് ഏത് ഓർഗാനിസം വേണ്ട തീരുമാനിക്കണത്. അതായത് ഫേവറബിൾ വേരിയേഷൻ ഉള്ളത് മാത്രമേ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യണുള്ളൂ, അക്സെപ്റ്റ് ചെയ്യണുള്ളൂ. അൺഫേവറബിൾ ആയിട്ടുള്ള എന്ത് ചെയ്തു, നശിച്ചു പോയല്ലോ. അപ്പോൾ അത്രയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഓക്കെ, ബൈ.